കലിയുഗവരദനായ അയ്യപ്പസ്വാമി കുടികൊള്ളുന്ന മുല്ലയ്ക്കൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലാണ് ഞങ്ങൾ ഇന്ന് എത്തിച്ചേർന്നത്. വെങ്ങല്ലൂർ കോലാനി ബൈപ്പാസിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 300 വർഷത്തിലധികം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. മണക്കാട് സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ് മുല്ലയ്ക്കൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. ദിവസവും 3 നേരം പൂജയും ദീപാരാധനയുമുള്ള അപൂർവം അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. വെങ്ങല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ നിന്നും വെങ്ങല്ലൂർ കോലാനി ബൈപ്പാസ് റോഡിലൂടെ കോലാനി ഭാഗത്തേക്ക് 780 മീറ്റർ സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. കലിയുഗവരദനായ ശ്രീ ധർമ്മശാസ്താവാണ് ഇവിടെ പ്രധാന പ്രതിഷ്ഠ. ഗണപതി ഭഗവാനെ കാര്യസിദ്ധി വിനായകൻ എന്ന പേരിൽ തുല്യ പ്രാധാന്യം നൽകി ഇവിടെ ആരാധിക്കുന്നു. ദുർഗാദേവി, ഭദ്രകാളി, ശിവൻ, മഹാവിഷ്ണു, പഞ്ചമുഖ ഗണപതി, നാഗദൈവങ്ങൾ എന്നിവരാണ് ഇവിടെ പ്രധാന ഉപദേവന്മാർ. പഴയ കാലം മുതൽ ക്ഷേത്ര ആചാരാനുഷ്ഠാനങ്ങൾ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ വളരെ ഭംഗിയായി ഇവിടെ ആചരിച്ചു പോന്നിരുന്നു. എന്നാൽ ക്ഷേത്രകാര്യങ്ങൾ നടത്തി വന്നിരുന്ന നടയപ്പള്ളിയിൽ ഇല്ലക്കാർക്ക് പലവിധ കാരണങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ട് വന്ന സാഹചര്യത്തിൽ 2012 ഫെബ്രുവരിയിൽ ക്ഷേത്രകാര്യങ്ങൾ നടത്തി വന്നിരുന്ന മേൽശാന്തി കൂടിയായ നടയപ്പള്ളിയിൽ രാമൻ നമ്പൂതിരിയുടെയും സഹോദരൻ പരമേശ്വരൻ നമ്പൂതിരിയുടെയും നടയപ്പള്ളി ഇല്ലത്തെ മറ്റു കുടുംബാംഗങ്ങളുടെയും ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും സംയുക്ത യോഗം ക്ഷേത്ര സന്നിധിയിൽ കൂടുകയും മുടങ്ങിക്കിടന്ന പൂജാതി ചടങ്ങുകൾ പുനരാരംഭിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ക്ഷേത്രകാര്യങ്ങൾ കൃത്യമായി ആചാരവിധി അനുസരിച്ച് നടത്തിക്കൊണ്ടുപോകുന്നതിനും ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ക്ഷേത്രം മുല്ലയ്ക്കൽ ശ്രീ ധർമ്മശാസ്താ സേവാ സമിതിക്ക് 2012 മാർച്ച് മാസത്തിൽ കൈമാറി. അന്നു മുതൽ ഭക്തജനങ്ങളുടെ കൂട്ടായ്മയായ മണക്കാട് മുല്ലയ്ക്കൽ ശ്രീ ധർമ്മശാസ്താ സേവാ സമിതിയുടെ ഉടമസ്ഥയിലും ഭരണത്തിലുമാണ് ക്ഷേത്രകാര്യങ്ങൾ നടന്നു വരുന്നത്. നീരാഞ്ജനം സമർപ്പിക്കൽ, നാളികേരമുടയ്ക്കൽ, എള്ളുപായസം, പാൽപായസം മുതലായവയാണ് ധർമ്മശാസ്താവിന്റെ പ്രധാന വഴിപാടുകൾ. ഗണപതിക്ക് അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടത്തുന്നത് ഉദ്ദിഷ്ടകാര്യസിദ്ധിക്ക് അത്യുത്തമമാണ്. ക്ഷേത്ര പുനർനിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായെങ്കിലും ഇനിയും കുറെ കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. മുല്ലയ്ക്കൽ ശ്രീ ധർമ്മശാസ്താ സേവാ സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് ധാരാളം സജ്ജനങ്ങളുടെ സഹായം ഉണ്ടായിട്ടുണ്ട്. ഇനിയുമുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തൊടുപുഴ മേഖലയിലെ അതിപുരാതനമായ ക്ഷേത്രമാണ് മുല്ലയ്ക്കൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. 2012 മുതൽ ക്ഷേത്രകാര്യങ്ങൾ ഭംഗിയായി നടത്തിക്കൊണ്ടുപോകുന്നതിന് മുല്ലയ്ക്കൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്ര സേവാ സമിതി രൂപീകരിച്ച് അതിൻ്റെ ഉടമസ്ഥതയിലും ഭരണത്തിലുമാണ് ഈ ക്ഷേത്രം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആചാര്യവിധി പ്രകാരം ക്ഷേത്ര കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ചടങ്ങുകളാണ് ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്നത്. നടയപ്പള്ളിയിൽ രാമൻ നമ്പൂതിരിയും പരമേശ്വരൻ നമ്പൂതിരിയും നേതൃത്വം നൽകി ശ്രീ EAP മുകുന്ദൻ ചേട്ടത്തിന്റെ നേതൃത്വത്തിൽ രൂപീകൃതമായ മുല്ലയ്ക്കൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്ര സേവാ സമിതിയാണ് 2012 മുതൽ ക്ഷേത്രകാര്യങ്ങൾ നടത്തിവരുന്നത്. ഈ ക്ഷേത്ര സങ്കേതത്തിൽ എത്തിച്ചേരുന്ന എല്ലാവർക്കും ഭഗവാൻ ശ്രീ ധർമ്മശാസ്താവിൻ്റെയും കാര്യസിദ്ധി ഗണപതി ഭഗവാന്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ, അവരുടെ പ്രാർത്ഥനകൾ സഫലമായി തീരട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് ഒരു നാഗക്കാവുമുണ്ട്. എല്ലാ വർഷവും തുലാമാസത്തിലെ ആയില്യം നാളിലാണ് നാഗക്ഷേത്രത്തിൽ ഉത്സവം ആരംഭിക്കുന്നത്. ഉത്സവ ദിവസങ്ങളിൽ രാവിലെ ക്ഷേത്രം തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സർപ്പപൂജയും വൈകിട്ട് സർപ്പബലിയും നടത്തപ്പെടുന്നു. എല്ലാ വർഷവും മകരം 5-ന് പ്രതിഷ്ഠാ ദിനം ആചരിക്കുന്നു. മകരവിളക്കിനോടനുബന്ധിച്ചാണ് തിരുവുത്സവം ആരംഭിക്കുന്നത്. മകരം 1-ന് ആരംഭിച്ച് മകരം 5-ന് ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ മുണ്ടക്കുടി ദാമോദരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന കലശാഭിഷേക ചടങ്ങുകളോടുകൂടി സമാപിക്കുന്നു.
കലിയുഗവരദനായ ശ്രീ ധർമ്മശാസ്താവ് കുടികൊള്ളുന്ന മുല്ലയ്ക്കൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിന്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.